പി.വി. അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു ഇന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും. ഒപ്പം ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കി എന്ന വിമർശനം പരക്കെ സമൂഹ മാധ്യമങ്ങളിലുണ്ട് താനും. ചോദ്യങ്ങൾക്കുത്തരമായോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിജമോ പൊയ്യോ അൻവറിൻ്റെ മുഖം എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും അനിലക്കര, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, BJP-ൽ നിന്നും അഡ്വക്കേറ്റ് S. ജയസൂര്യൻ എന്നിവർ. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, തീർച്ചയായും ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ഇത്രയും അധികം പ്രതിസന്ധിയിലായൊരു നിമിഷമുണ്ടാവില്ല ഒരു സ്വതന്ത്ര MLA കൊണ്ട്. 23-24 ദിവസങ്ങളായി ഈ പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ വളരെ മൃദുവായ മറുപടി നൽകി. സംയമനത്തോടെ പാർട്ടിയും പാർട്ടി നേതൃത്വവും ആ വിമർശനങ്ങൾ കേട്ടു. പിന്നീട് കടുപ്പിക്കുന്നത് കണ്ടു, മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. ഒടുവിൽ ഇന്ന് ഇപ്പോൾ ഇതാ CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പി.വി. അൻവർ പുറത്തായിരിക്കുന്നു. മലബാറിൽ, നിലമ്പൂരിൽ പാർട്ടിയെ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് അടുപ്പിച്ചൊരു നേതാവിനെയാണ് നിങ്ങൾ പുറത്തു നിർത്തുന്നത്. MN വിജയൻ മാഷിൻ്റെ ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലായിരിക്കുന്ന വാചകം പറഞ്ഞാൽ, ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് മുറിയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയോ? ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയല്ലേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? ഈ നവമാധ്യമങ്ങളിലെ അരബുദ്ധിയുള്ളവർ പറയുന്നത് നമ്മൾ എടുത്തു പറഞ്ഞാൽ നമ്മൾ തന്നെ മണ്ടന്മാരായി പോകും. ഇന്നലെ വൈകുന്നേരം അൻവർ പറഞ്ഞത് ആ ക്ലാസ്സിൽ ഞാനില്ല എന്നാണ്. സ്വയം ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി എന്ന് ഇന്നലെ പറഞ്ഞ ഒരാൾ അയാളെ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്ന് എഴുതുന്ന ആളുകളുടെ ബുദ്ധിയെ നമുക്കൊന്ന് പരീക്ഷിക്കണ്ടേ, ആലോചിക്കണ്ടേ? ഇതൊക്കെ ആരെങ്കിലും വിജയൻ മാഷ് പറഞ്ഞു എന്ന് വിചാരിച്ച് പറഞ്ഞ സാഹചര്യം വേറെയാണ്. ഞാനതുകൊണ്ട് അൻവർ ക്ലാസ്സിനകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിട്ടുവീഴ്ച അൻവർ ചെയ്യരുത് കേട്ടോ. കേരള ഭരണത്തെക്കുറിച്ച്, CPM-നെ കുറിച്ച്, LDF-നെ കുറിച്ച്, ഞങ്ങളുടെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കന്മാരെ കുറിച്ച്, ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് മൂടി വെക്കാതെ പറയാനുള്ള ആർജവം ഉണ്ടെങ്കിൽ കാണിക്കണം. ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അല്പമെങ്കിലും തെളിവ് വേണം, വെളിവ് വേണം. കള്ളക്കടത്തുകാരെ കൊണ്ടുവന്ന് സാക്ഷി നിർത്തിയിട്ട് ആ സാക്ഷ്യം പറഞ്ഞാൽ കേരളം സ്വീകരിക്കുമോ എന്ന കാര്യം അല്പ സംശയമുണ്ട്. അൻവർ ഈ വിഷയം ഉയർത്തിയപ്പോൾ പാർട്ടി പ്രതിസന്ധിയിലാകുക അല്ല ചെയ്തത്. ഉർവശി ശാപം ഉപകാരം എന്ന് പറയണ പോലെ ഞങ്ങളിത് വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അൻവർ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായി, അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അൻവർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്നാൽ അൻവറിനെ ഒരു മുറിക്കകത്ത് വിളിച്ചിരുത്തി അൻവർ എന്താ പ്രശ്നം, ശരി നമുക്കത് വർത്തമാനം പറഞ്ഞെങ്കിൽ തീർത്തേക്കാം, ഉടനെ ആരെക്കുറിച്ചാണ് പരാതി അയാളെങ്കിൽ വിളിച്ചു, ഇനി ഇങ്ങനെ പോകരുത്, ഒട്ടിച്ച് വിട്ടേക്കാം. ഇതാണോ CPM തീരുമാനിച്ചത്? അങ്ങനെ CPM തീരുമാനിച്ചിരുന്നെങ്കിൽ അൻവർ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിക്കേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ അൻവറുടെ സൗജന്യമല്ല ചോദിച്ചത്. അൻവറിനോട് പറഞ്ഞത് ഈ വെളി പറഞ്ഞു നടക്കാതെ LDF-ൻ്റെ MLA ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു കടലാസ് എഴുത്താം, ഇല്ലേ പാർട്ടിക്ക് എഴുത്താം. നിങ്ങളുടെ പരാതി ശരിയാണെങ്കിൽ നീതി കിട്ടും. മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത പരാതി അപ്പം തന്നെ മുഖ്യമന്ത്രി പാർട്ടിയോട് തന്നെ ആലോചിക്കുന്നില്ല, നേരെ അദ്ദേഹം കൈമാറുകയാണ്. കാരണം എന്താണ്, പാർട്ടിക്ക് ഇതിൽ പറയാനൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടിയാൽ അത് കൈമാറേണ്ടത് പോലീസിനാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൈകാറി, അത് പൊതുരേഖയാണ്. അതിനുന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തെളിയിക്കാനുള്ള ബാധ്യത അൻവറിനാണ്, അത് വേറെ ആരുമല്ല. ചാനലുകാരോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ രക്ഷപ്പെട്ടു പോകാം. ഇന്ന് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ അൻവർ ചെയ്ത കാര്യങ്ങൾ, അൻവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നത്, ഞാൻ നന്ദിപൂർവ്വം റിപ്പോർട്ടറിൻ്റെ സ്വജിയ പാർവതിയെയും അതുപോലെ ബഹുമാനപ്പെട്ട അരുൺകുമാറിനെയും ആദരവോടെ ആ ചോദ്യങ്ങൾക്ക് ഞാൻ നന്ദി പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ചുമതല നിർവഹിച്ചു. മുഖ്യമന്ത്രിക്കെതിരായിട്ടൊന്നും പറയാൻ ADGP കൂട്ടിക്കാഴ്ച ശരിയാണ്, അതിനപ്പുറമൊന്നുമില്ല. തെളിവുകളില്ലായിരിക്കും. പക്ഷേ അൻവർ ഉയർത്തിയ ADGP-യെക്കുറിച്ചുള്ള ചോദ്യം CPI ആവർത്തിക്കുന്നുണ്ട്. ഇന്ന് CPM-ൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ പല രീതിയിൽ പല ആളുകളാൽ ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ക്രമസമാധാന ചുമതലയിൽ നിൽക്കുകയാണ് ഇപ്പോഴും ADGP MR അജിത് കുമാർ. അതേസമയം
പാർട്ടിക്ക് വേണ്ടി പല ഘട്ടങ്ങളിലും പോരാളിയായി രംഗത്തിറങ്ങിയ PV അൻവറിനെ ADGP MR അജിത് കുമാറിന് വേണ്ടി ബലി കഴിച്ചോ എന്ന ചോദ്യം ചില കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട്. അദ്ദേഹം ഇന്ന് CPM-ന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. തെരുവിൽ ഇന്നിപ്പോൾ PV അൻവറിന് വേണ്ടി പുരയ്ക്കുമീതെ ചാഞ്ഞാൽ വെട്ടിത്താഴ്ത്തും എന്ന മുദ്രാവാക്യവുമായി നിലമ്പൂരിൽ സഖാക്കൾ ഒരു കാലത്ത് PV അൻവറിന് ചെങ്കൊടിത്തണലൊരുക്കിയവർ തന്നെ ഇന്നത്തെ സായാഹ്നത്തിൽ PV അൻവറിനെതിരെ നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷെ അപ്പോഴും MR അജിത് കുമാർ സുരക്ഷിതരായി തുടരുന്നു ആഭ്യന്തര വകുപ്പിൽ. ആരും എവിടെയും സുരക്ഷിതരല്ല, ആരും അനിവാര്യരുമല്ല. അത് ADGP അനിവാര്യനല്ല. സർക്കാരിനൊരു നയമുണ്ട്. ഭരണപക്ഷി MLA ആകട്ടെ പ്രതിപക്ഷ MLA ആകട്ടെ ആക്ഷേപം ഉയർന്നു വന്നാൽ അന്വേഷിക്കും. അന്വേഷിച്ചാൽ വസ്തുതയുണ്ടെങ്കിൽ സ്ഥലം മാറ്റം മാത്രമല്ല, അതിനേക്കാൾ കടുത്ത നടപടി വരും. നിങ്ങൾ ഒരു വിഷയത്തിനകത്ത് 4 അന്വേഷണം ഏർപ്പെടുത്തി, അതിനൊരു റിപ്പോർട്ടും വരുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് കയറി ഇതങ്ങ് ചെയ്തു എന്ന് പറയാൻ പറ്റും? എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്കൊരു നില വേണ്ടേ, നിജം വേണ്ടേ, നിങ്ങൾ പറയുന്നതിൻ്റെ വ്യവസ്ഥ വേണ്ടേ? മുഖ്യമന്ത്രി ആദ്യം തന്നെ പറഞ്ഞെന്താണ്? അന്വേഷിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ വരുന്ന വസ്തുതകൾ തീരുമാനമുണ്ടാകും. അതിൽ അറച്ചു നിൽക്കേണ്ട കാര്യമില്ല. അജിത് കുമാറുമായിട്ട് ഞങ്ങൾക്കെന്താ പ്രശ്നം? അജിത് കുമാറുമായിട്ട് ഞങ്ങൾക്കെന്താ പ്രത്യേക കാര്യം? വ്യക്തിപരമായിട്ട് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിലെ ഒരാൾക്കും അജിത് കുമാറിനെ മുൻനിർത്തി ഒന്നും നേടാനായിട്ടില്ല, നേടേണ്ട കാര്യവുമില്ല. അൻവറിൻ്റെ പരാതി എന്തായിരുന്നു? പാർട്ടി സഖാക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ വില കിട്ടുന്നില്ല. എന്താ പാർട്ടിക്ക് കാര്യത്തുള്ള നയം? ഞങ്ങളുടെ നയം പാർട്ടി ഓഫീസിൽ, പോലീസ് സ്റ്റേഷനുകളിൽ, സർക്കാർ ഓഫീസുകളിൽ നീതി കിട്ടണം. പൗരന്മാർക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ പാർട്ടി ഇടപെടും. പാർട്ടി ഇടപെടുന്നത് നീതി കിട്ടാതെ വരുമ്പോഴാണ്. നീതിപൂർവ്വം അക്കാര്യങ്ങൾ നടന്നാൽ അതിൽ പാർട്ടി ഇടപെടില്ല എന്നാണ് പാർട്ടി നയം. CPM-ന്റെ ഗവൺമെന്റ് വന്ന ശേഷമുള്ള ഒന്നാമത്തെ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മാർഗരേഖയിൽ പറയുന്ന കാര്യം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെയും വയനാട് ജില്ലാ സെക്രട്ടറിയുടെയും നിലപാട് അങ്ങനെ നീതിപൂർവമായ ഒന്നും കിട്ടുന്നില്ല പോലീസിൽ നിന്ന്. അത് അല്ലല്ല, അതെ 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 അവിടെ ഒരു കാര്യം വ്യക്തതയുള്ള കാര്യമാണ്. എന്താണ് വ്യക്തത? TK ഹംസ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല. കേരളമെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മാതൃകാപരമായ പോലീസ് സംവിധാനമാണ്. എന്നാൽ പോലീസ് താഴെ പ്രവർത്തിക്കുമ്പോൾ വിവേകമില്ലാതെ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. തൃശ്ശൂർ പൂരത്തിനകത്ത് ആ അങ്കിതദാസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മര്യാദയ്ക്കാണ് പെരുമാറിയത്? അല്പം വെളിവ് വേണ്ടായിരുന്നു? കൂടിയാലോചിച്ചിട്ട് പെരുമാറണ്ടേ? അത് ആർക്കാ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? അങ്ങനെ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സർവീസിലുണ്ട്. അതിനെ അവിടെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി ADGP-യെ കുറിച്ച് താങ്കൾ എന്താ പറയാത്തത്? അവിടെ അങ്കിതദാസിനെ ഓരോ മിനിറ്റിലും മുകളിലൊരു ADGP നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മറുപടി കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥൻ പോലീസ് കമ്മീഷണറാണ്. അയാളുടെ പ്രൊറോഗേറ്റീവാണ് കാര്യങ്ങൾ. അവിടെ നടന്ന കാര്യങ്ങളുടെ വീഴ്ചകൾക്കും നേട്ടങ്ങൾക്കും അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ADGP ഇപ്പോൾ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധന പോരാ, തൃപ്തികരമല്ല എന്ന പൊതുനില വന്നിട്ടുണ്ട്. അതിന്റെ മേലെ അന്വേഷിക്കുമ്പോൾ ബാക്കി മാറ്റി വെക്കാം.